പ്രേക്ഷകർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ആർപ്പോ ഇറോയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പൂവത്തൂരുള്ള ദേവരാഗം സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മാർഷൽ ആർട്സിലെ അവിടുത്തെ കുട്ടികളോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, അവിടെ കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഓണം അടിച്ചു പൊളിക്കണ്ടേ? ഒന്നും കൂടി ആർപ്പോ ഇതേ ഉഷാർ അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാവില്ലേ? അപ്പൊ മാവേലി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ ഊഞ്ഞാലിട്ടിട്ടുണ്ട്, അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മാവേലിനെ നമുക്ക് ക്ഷണിച്ചാലോ? അപ്പൊ മാവേലി എത്തിയിട്ടുണ്ട്. അപ്പൊ മാവേലി നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? അഭിജയ്. അഭിജയ്. ആരെങ്ങനെ ഒരുക്കി തന്നെ? എൻ്റെ ടീച്ചറാണ്. ടീച്ചറിന്റെ പേരെന്താ? വീണ. വീണ. ടീച്ചർ ഉണ്ടോ ഇവിടെ? ഓ. ടീച്ചർ ഒന്ന് കൈവെക്കോ. അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിക്കോ. കുറെ സമയം എടുത്തോ ഇങ്ങനെ ഒരുക്കാനായിട്ട്? ഡ്രസ്സൊക്കെ ആരാ മേടിച്ചെന്നേ? ഡ്രസ്സ് അമ്മ. അമ്മ. ആ ടീച്ചറെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൈവെക്കേ, എല്ലാവരെയും ഒന്ന് കാണിച്ചേ. അപ്പൊ നമ്മൾ മാവേലിയൊക്കെ പരിചയപ്പെട്ടു. അടുത്തതായി നമ്മളൊരു ഓണപ്പാട്ടാണ് കേൾക്കുന്നത്. ആരാ ഓണപ്പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുന്നേ? ഒന്ന് ഓടി വന്നേ. ഇപ്പൊ പാട്ട് പാടാനായിട്ട് ഓടി എത്തേക്കാണ്. മോളുടെ പേരെന്നാ? ഭാവയാമി. ഭാവയാമി. ഓക്കെ. ആരാ പാട്ട് പഠിപ്പിച്ചേ? അമ്മാമ്മ. അമ്മാമ്മ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നില്. ഏത് പാട്ടാ പാടാൻ പോണേ? ഒന്നാനാം കൊച്ചുതുമ്പി. ആരാ പഠിപ്പിച്ചേ? അമ്മാമ്മ. അമ്മാമ്മ. ഓക്കെ. പാട്ട് പാടാൻ റെഡി അല്ലേ? പാടിയാലോ? ഒന്നാനാം കൊച്ചുതുമ്പി പൊന്നോണ പുത്തുമ്പി പൂവേലും ചെറുകും വീശി പറന്നുവാ തുമ്പപ്പൂക്കളമെഴുതിയപ്പൂ മുറ്റത്ത് നീളെ നീ തളത്തിൽ ചാഞ്ചാട്. ഒന്നാനാം കൊച്ചുതുമ്പി പൊന്നോണ പുത്തുമ്പി പൂവേലും ചെറുകും വീശി പറന്നുവാ തുമ്പപ്പൂക്കളമെഴുതിയപ്പൂ മുറ്റത്ത് നീളെ നീ തളത്തിൽ ചാഞ്ചാട്. കതിരണിയും വയലേലകൾ കണ്ടില്ലേ നീ ഓണക്കളി വഞ്ചി പാട്ടുകളും കേട്ടില്ലേ? കതിരണിയും വയലേലകൾ കണ്ടില്ലേ നീ ഓണക്കളി വഞ്ചി പാട്ടുകളും കേട്ടില്ലേ? കുണുങ്ങിവാ തുമ്പി കുഞ്ഞുമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. കുണുങ്ങിവാ തുമ്പി കുഞ്ഞുമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. ഒന്നാനാം കൊച്ചുതുമ്പി പൊന്നോണ പൂത്തുമ്പി പൂവേലും ചിറകും വീശി പറന്നുവാ തുമ്പപ്പൂക്കളമെഴുതിയപ്പൂ മുറ്റത്ത് നീളെ നീ തളത്തിൽ ചാഞ്ചാട്. ഓണവില്ലിൽ ഞാനൊളിക്കെട്ടില്ലേ നീ മലയാളം കുഴിയാന്ന് അറിഞ്ഞില്ലേ? ഓണവില്ലിൽ ഞാനൊളിക്കെട്ടില്ലേ നീ മലയാളം കുഴിയാന്ന് അറിഞ്ഞില്ലേ? ചമ്മനുവാ തുമ്പി ചെല്ലമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. ചമ്മനുവാ തുമ്പി ചെല്ലമണിത്തുമ്പി പൊന്നോണ പാട്ടും പാടി ചാഞ്ചാട്. ഒന്നാനാം കൊച്ചുതുമ്പി പൊന്നോണ പുത്തുമ്പി പൂവേലും ചെറുകും വീശി പറന്നുവാ തുമ്പപ്പൂക്കളമെഴുതിയപ്പൂ മുറ്റത്ത് നീളെ നീ തളത്തിൽ ചാഞ്ചാട്. നീളെ നീ തളത്തിൽ ചാഞ്ചാട്. നീളെ നീ തളത്തിൽ ചാഞ്ചാട്. അപ്പൊ നമ്മളിവിടെ ആർപ്പോ ഇറോ അടിച്ചു പൊളിക്കുകയാണ്. അടുത്തതായി നമുക്കൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് കാണാം. ഡാൻസേഴ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് അവരെ ക്ഷണിക്കാം. അപ്പൊ എന്താ പേര്? എൻ്റെ പേര് ആദിത്യലക്ഷ്മി. ആദിത്യലക്ഷ്മി. എത്ര സ്റ്റാൻഡേർഡിലാ? നയൻത്തില്. ഇവിടെ എന്ത് പെർഫോമൻസാ പഠിക്കുന്നത്? ഡാൻസ് ആണ്. മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ടോ? ഡാൻസ് ആണ് പഠിക്കുന്നത് അല്ലേ? ടീച്ചർ എങ്ങനെയുണ്ട് ഇവിടെ? ടീച്ചർ പാവാണ്. സപ്പോർട്ടീവ് ഒക്കെ ആണോ? ഓക്കെ. അടുത്ത പരിചയപ്പെടാം. എൻ്റെ പേര് ഐശ്വര്യ. ഐശ്വര്യ എത്രാം ക്ലാസ്? ഞാൻ ഇപ്പോൾ നഴ്സിംഗാണ് പഠിക്കുന്നത്. നഴ്സിംഗിനാണ് പഠിക്കുന്നത്. ഓക്കെ. ഇവിടെ എന്ത് പെർഫോമൻസാണ് പഠിക്കുന്നത്? ഡാൻസ് പഠിക്കുന്നില്ല. ഡാൻസ് ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ.
എൻ്റെ പേര് അഫിരാമി. ഞാൻ അഫിരാമി. 7th പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഏത് ഡാൻസാ കളിക്കുന്നത്? സെമി ക്ലാസിക്കൽ. സോങ് ഏതാ? ശ്രീരാഗമോ? അപ്പോൾ നമുക്ക് കണ്ടാലോ? എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. കാണണ്ടേ നമുക്ക് ഡാൻസ്? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലന്നീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ആ പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തീരുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി അപ്പോൾ ഇനി ആർപ്പുയിറയിൽ ഒരു ഗ്രൂപ്പ് സോങ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് കണ്ടിട്ട് തിരിച്ചു വരാം. ദൂരെ ദൂരെ മാമലകൾ എങ്ങും എങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ എങ്ങും എങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലല ഉമ്മ വയ്ക്കും എന്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലല ഉമ്മ വയ്ക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ എങ്ങും എങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ എങ്ങും എങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ഓ ഓ തന്താനോ 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 മാവേലി തമ്പുരാൻ എഴുന്നള്ളും നാടിത് കേരം തേൻകുട താളവും ഏന്തി നിരന്നു നീങ്ങുന്നു.
ഒരുമ നേരുമെന്റെ കേരളം. ഓ ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. അപ്പൊ നിങ്ങൾ എല്ലാരും ഉഷാറല്ലേ? അടുത്തതായി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പൊ അടുത്തതായി നമുക്കൊരു പാട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, പൂനാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, പൂനാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരു താഴെഴുന്നള്ളുന്നേ, ഓലോലം മഞ്ചൽ മൂളിപ്പാടുന്നുണ്ടേ, മൂളിപ്പാടുന്നുണ്ടേ. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, പുന്നാരം ചാത്തിയ കന്നിപ്പൂമകൾ വേണം. അപ്പോ ആർക്കും ഒരു ഉഷാറില്ലല്ലോ? ഓണം നമ്മൾ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുവല്ലേ? എല്ലാരും ഒന്ന് ആർപ്പോ ഹീറോ പറഞ്ഞേ, ആർപ്പോ. ഒന്നും കൂടി, ആർപ്പോ. അപ്പോൾ അടുത്തതായിട്ട് ആർപ്പോ ഹീറോയിൽ നമ്മളൊരു തിരുവാതിര കളിയാണ് കാണാൻ പോകുന്നത്. കലാക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ആർട്സ് നാട്യകേളിയുടെ ഒരു തിരുവാതിര കളിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആർപ്പോ ഹീറോയിൽ അടുത്തതായിട്ട് കളരിപ്പയറ്റ് ആണ്. അപ്പോൾ അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. കളരിപ്പയറ്റിന് ഇതാ കണ്ടില്ലേ, എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആശാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആശാനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ആശാനെ, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് രഞ്ജുനാഥ് എന്നാണ്. രഞ്ജിനാഥ്, ഓക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ആയോധന കലയാണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റിലെ ഒരു 3-4 ഇനങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ എല്ലാവരും? അപ്പം നമുക്ക് കളരിപ്പയറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. കളരിപ്പയറ്റിലെ ഏറ്റവും ആദ്യത്തെ ഇനമാണ് പൂത്തറ വണക്കം. പൂത്തറ വണക്കം കളരി പരദേവതകളെ തൊഴുതുകൊണ്ട് ആരംഭിക്കുന്ന ആദ്യത്തെ ഇനമാണ്. നന്ദന എസ് എസ്. അടുത്തതായി നെടിവടിപ്പയറ്റാണ്. നമ്മുടെ കളരി അഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് നെടുവടിപ്പയറ്റ്. ദേവനാഥ് ആർവിയും നിവേദ് പി സജീവ്.
കളരിപ്പയറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇനമാണ് കുറുവടിപ്പയറ്റ്. കുറുവടിപ്പയറ്റ് ചെയ്യുന്നത് ദേവനാഥ് ആർവിയും നിവേദ് പി സജീവും. അപ്പോൾ അടുത്തതായിട്ട് ആർപ്പോ ഇറയിൽ അത് അടിപൊളി ഒരു ഗെയിമാണ്. അപ്പോൾ ഓണത്തിന് ഗെയിം ഇല്ലാതെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ട് എനിക്ക് 4 പേര് ആവശ്യമുണ്ട്. അപ്പോൾ 4 പേര് വരാവോ? അപ്പോൾ 4 പേര് വന്നിട്ടുണ്ട്. ഇവരെ നമുക്ക് പരിചയപ്പെടാം. ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ്. 3 കുട്ടികളുടെ ഇടയിൽ ഒരു ചേട്ടനുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ചേട്ടാ പേരെന്താ? പേര് വിജയകുമാർ. ഇവിടെ അടുത്താണ് വീട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും വരാറുണ്ട്. എൻ്റെ പേര് ദേവനാഥ് ആർവി. ഞാൻ 8ാം ക്ലാസ്സിൽ. എൻ്റെ പേര് നിവേദ് പി സജീവ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അഭിനന്ദ് പി എസ്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സാധനം കയ്യിലുണ്ട്. ചാക്കാണ് കണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചാക്ക് റേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി നിന്നിട്ട് ചാടി 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 ഇതാ ലൈൻ കണ്ടോ. ആ ലൈനിൽ ക്രോസ് ചെയ്യുന്ന ആരാണോ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ചേട്ടന് മനസ്സിലായോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ചാക്ക് കയ്യിൽ നിന്ന് വിടരുത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആ ലൈനിൽ ആരാണോ ഫസ്റ്റ് ക്രോസ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. ഓക്കെ, റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ചാക്ക് റേസിൽ ഒരാൾ വിജയിച്ചിട്ടുണ്ട്. ഇത്രയും ധൈര്യത്തോടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ഈ കൊച്ചു പിള്ളേരോടെ മത്സരിക്കാനായിട്ട്. ചേട്ടൻ ഇടയ്ക്ക് വീണുപോയി. അപ്പോൾ ചേട്ടൻ എന്താ പറയാനുള്ള? ചേട്ടന് ഞാൻ വീഴാതിരുന്നാൽ ഇവരൊരാൾ ജയിക്കത്തില്ലല്ലേ. അപ്പോൾ രസകരമായിട്ടുള്ള ചാക്ക് റേസിൽ നമ്മളോടൊപ്പം വിജയിച്ചിരിക്കുന്നത് അഭിനന്ദാണ്. ഈ ചേട്ടനോടൊപ്പം നിന്നാണ് മത്സരിച്ച അഭിനന്ദന്. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഫസ്റ്റ് പ്രൈസ്. ആർപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് നല്ല ഡാൻസും പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ? ഒന്ന് കുറച്ചും കൂടെ ഉഷാറായിട്ട് പറഞ്ഞേ. അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ. അപ്പൊ ആർപ്പോ എല്ലാവർക്കും നമുക്കൊരു ഹാപ്പി